ഇത് കണ്ണൂരിലാണ്, തളിപ്പറമ്പിലാണ്. ഇത്തവണ ശ്രദ്ധേയമായ രാഷ്ട്രീയ പോര് നടക്കുന്ന തളിപ്പറമ്പിന്റെ രാഷ്ട്രീയമാണ് ന്യൂസ് 18 പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് തളിപ്പറമ്പ് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ മുൻകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും തളിപ്പറമ്പ് നിയമസഭാ പോര് അത്ര കണ്ടൊന്നും ശ്രദ്ധയിൽ വന്നിരുന്നില്ല. കാരണം ഏറെക്കുറെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് പോര് എന്നതായിരുന്നു ചിത്രം. പക്ഷേ ഇത്തവണ മാറുന്നു എന്ന കാരണം മറ്റു പലതുകൊണ്ടുമാണ്. കാരണം CPM-ൽ സംഘടനാപരമായി ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ അവിടെ മറുപക്ഷത്ത് സ്ഥാനാർത്ഥിയായി വരുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന തലത്തിലേക്ക് പുതിയ ചർച്ചയായി വരികയാണ്. തളിപ്പറമ്പിലെ രാഷ്ട്രീയം മാറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെയുണ്ടോ? അതാണ് ഞങ്ങളുടെ പ്രധാന പരിശോധന. സൈത്ത്, ഈ തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്ന്. നമുക്കറിയാം, കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗത്തെക്കാൾ ഒരുപക്ഷെ രാഷ്ട്രീയ ബോധമോ അല്ലെങ്കിൽ അത്രയധികം സംഘടനാ പാരമ്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ കണ്ണൂരിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിലേക്ക് എത്താൻ കഴിയൂ. അത്രയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള, അത്രയധികം അനുഭവപരിചയമുള്ള നേതാക്കളെ മാത്രമേ CPM കണ്ണൂർ പോലെ ഇത്രയധികം സ്വാധീനമുള്ള, ഇത്രയധികം സംഘടനാ ശക്തിയുള്ള ഒരു ജില്ലയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് CPM ഉയർത്താറുള്ളൂ. അങ്ങനെയുള്ള ഒരു ജില്ലയിലാണ് ജില്ലാ സെക്രട്ടറി അംഗം പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സുപ്രഭാതം. അത് ഏറ്റവും അധികം CPM പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ കേരളത്തിൽ ഇത്തവണ ഭരണത്തുടർച്ച ഉണ്ടായില്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥയിൽ CPM പോകും. അതുകൊണ്ട് അത്രയധികം പ്രാധാന്യത്തോടുകൂടി CPM കാണുന്ന, ഇതുകൊണ്ട് കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിന് തൊട്ട് മുമ്പിലാണ് ഈ ഒരു നേതാവ് ഇങ്ങനെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തുപോകുക മാത്രമല്ല UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത് എന്നുള്ളത്. അതുതന്നെയാണ് ഈ തളിപ്പറമ്പിന് ഇത്രയധികം രാഷ്ട്രീയ ചൂട് ഏറ്റാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് തളിപ്പറമ്പ് ഇത്രയധികം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പായി മാറ്റാറും കാരണം. അതെ, അതുകൊണ്ട് സംഘടനാതലത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണൂർ എപ്പോഴും ഉറച്ച കോട്ടയാണ്. കണ്ണൂരിന് സംഘടനാപരമായ ഒരു പിഴവുമില്ല. പക്ഷേ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു ബദൽ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എത്ര കണ്ട് പ്രതിഫലിക്കും? ഇതാണ് നമ്മളുടെ പരിശോധന. കാരണം TK ഗോവിന്ദന്റെ വിമത നീക്കവും അതുണ്ടാക്കുന്ന ചർച്ചകളും ഒക്കെ നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ അത് തളിപ്പറമ്പിലെ ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇവിടെ പാർട്ടി പ്രവർത്തകരെ, പാർട്ടിയുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളെയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. UDF-ന്റെ സാധ്യതയും BJP-യുടെ സാധ്യതയും ഒക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. തളിപ്പറമ്പിലെ പ്രബുദ്ധരായ വോട്ടർമാരുണ്ട്, സാധാരണ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ നമുക്കൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ TK ഗോവിന്ദൻ ഉയർത്തിയ ഈ നീക്കങ്ങൾ സംഘടനാ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങളെ എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ട്? സംഘടനാ തലത്ത് ഗോവിന്ദനെ കുറിച്ചിട്ട് യാതൊരു വ്യത്യാസങ്ങളുമില്ല. അങ്ങേര് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പുറത്തുപോയ ഒരു കക്ഷിയാണ്. വളരെ കാലമായിട്ട് പാർട്ടിക്കൊപ്പം നിലനിൽക്കുന്ന ഒരു കക്ഷിയാണ്. അയാൾക്ക് രാഷ്ട്രീയം എന്താണെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇടതുപക്ഷത്തെ ഈ UDF-ലേക്ക് പോയ ഒരു കക്ഷിയാണ്. അയാൾക്ക് ഒരു വിജയ സാധ്യത ഇവിടെ കൊടുക്കൂല. ഒരിക്കലും ജനങ്ങൾ അതിന് സമ്മതിക്കില്ല. അതിന് തെളിവാണ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് കൊയ്യൻ ജനാർദ്ദൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കൊയ്യൻ ജനാർദ്ദൻ എന്ന് പറഞ്ഞാൽ സമുദ്രനായ നേതാവ് തന്നെയാണ്. അങ്ങേരായിരുന്നു ഇവിടെ ശരിക്കും സ്ഥാനാർത്ഥിയായി വരേണ്ടത്. അങ്ങേരെ ഒരു പിന്തള്ളിക്കൊണ്ടാണ് TK ഗോവിന്ദന് ഇവിടെ കോൺഗ്രസ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അത് ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ, വോട്ടർമാര്, ജനങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഒരു തരത്തിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അവരെ ഇതുള്ളത് കുറച്ച് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ പലതും CPM-ലേക്ക് വരുള്ളൂ. CPM മാത്രമേ ഒരു ഉറച്ച നിലപാടിലേക്ക് എത്തുന്നുള്ളൂ. മറ്റൊരു കാര്യം, പക്ഷെ ഗോവിന്ദനെ പോലെ CPM-ന്റെ സംഘടന അറിയാവുന്ന, CPM-ന്റെ കണ്ണൂരിലെ പല പ്രവർത്തനം നിയന്ത്രിച്ചിരുന്ന നേതാവ് വിട്ടുപോയപ്പോൾ അണികളെ അത് ഞെട്ടിച്ചു. ശരിക്കും ഞെട്ടുണ്ടാക്കിയിട്ടില്ല അത്തരം നീക്കം? ഒരു ഞെട്ടലുമില്ല. TK ഗോവിന്ദൻ പ്രതീക്ഷിച്ചിരുന്നതാണോ ഇങ്ങനെയുള്ള പോക്കൊക്കെ? അല്ല, അധികാരമോഹം തലക്കം പിടിച്ചാൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യം. അത് എതിർച്ചേരിയും ചേരുക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. അത്തരം ആളുകളെ വർഗശത്രുക്കളെ പട്ടികയിൽ ഞങ്ങൾ CPM എല്ലാ കാലത്തും ഉൾപ്പെടുത്തി. ഒരു ചെറിയ ഘടകത്തിൽ നേതാവല്ലോ പോയത്. അല്ല, അയാൾ ഈ TK ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി മാത്രമാണ് പോയത്. അയാൾക്ക് ഒരു സ്വാധീനവും അയാൾക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിചലനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ആ വ്യക്തി എന്ന നിലയിൽ ഈ പാർട്ടിക്കെതിരായിട്ട് ഒരു പോർണ പോലും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. പാർട്ടി സംഘടനയ്ക്കും സംഘടനാ വർക്കിനും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം CPM എല്ലാ അടവുകളും അറിയാവുന്ന, എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന ഒരാളാണ് എതിർചേരിയിൽ പോയി നിൽക്കുന്നത്. അത് തീർച്ചയായും ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ CPM-ന്റെ സംഘടനാ സംവിധാനം മുമ്പത്തേക്കാൾ ഏറെ വളരെ സജീവമായിട്ട് ഇപ്പോൾ ഈ മണ്ഡലത്തിനകത്ത് എല്ലാ തലത്തിലും, താഴെത്തട്ട് മുതൽ എല്ലാ തലത്തിലും വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംഘടനാ തലത്തിൽ ഇത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കില്ല എന്ന CPM-ന്റെ അവകാശമാണ്. നമുക്ക് ചില കണക്കൂടി പരിശോധിക്കാം. ഇതിനിടയിൽ
എതിർചേരികളിലേക്ക് പോകുമ്പോൾ BJPയും സമാനമായ ഒരു നീക്കം ഇത്തവണ നടത്തിയിട്ടുണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. നിങ്ങളും ഒരു കോൺഗ്രസിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ അടർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ആ രീതിയിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഈ തളിപ്പറമ്പ് പറയാൻ പോകുന്ന രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ നിലപാട് നിങ്ങൾക്കുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ തളിപ്പറമ്പില് ഞങ്ങള് മത്സരിക്കുന്നത് 2 CPM നേതാക്കളോടാണ്. CPMന്റെ ഒറിജിനൽ നേതാവും രണ്ടാമതുള്ളത് നമ്മുടെ കോൺഗ്രസിലേക്ക് ഇപ്പോൾ മാറി വന്ന കോൺഗ്രസിന്റെ TK ഗോവിന്ദനുമായിട്ടാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഏകപക്ഷീയമായ 2 ആൾക്കാരോട് മത്സരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നത്. നമുക്ക് ഇപ്രാവശ്യം നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. കാര്യം ഇവിടെ കാലാകാലങ്ങളായി കോൺഗ്രസിന് വോട്ട് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പിന്നെ മാറിയ കാലങ്ങൾ കേരളത്തിന്റെ മാറ്റങ്ങളും അതുപോലെ തന്നെ ഭാരതത്തിലെ മാറ്റങ്ങളും ഇവിടുത്തെ ജനങ്ങൾ സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ടും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് എന്തായാലും ഒരു മാറ്റമുണ്ടാവും കേരളത്തിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെ കേരളത്തിലൊരു മാറ്റമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഒരു നിർണായക പാർട്ടിയാണ് അല്ലെങ്കിൽ സഖ്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തളിപ്പറമ്പിൽ നമുക്കത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കും, വോട്ട് കിട്ടും. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും. അങ്ങ് പറഞ്ഞ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവസരമില്ലാത്തതുകൊണ്ട് ആ വോട്ടുകൾ താമരയിലേക്ക് വരുമെന്ന്. അങ്ങനെ എളുപ്പമാണോ? അങ്ങനെ കൈപ്പത്തിക്ക് പകരമാണോ താമരയിലേക്ക് വോട്ട് വരേണ്ടത്? കൈപ്പത്തിയിൽ നിന്ന് താമരയിലേക്ക് വരുന്നില്ല. അസംതൃപ്തിയായി കൈപ്പത്തി ചെയ്യാൻ പറ്റാത്ത വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എന്തായാലും അവർക്ക് അരിവാളിന് കുത്താൻ പറ്റില്ല. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്രത്തിന്റെ ഭരണ നേട്ടങ്ങളൊക്കെ ഇന്ന് കേരളത്തിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് വോട്ടായി മാറുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ എളുപ്പമാണോ ഈ കൈപ്പത്തിയിൽ? അങ്ങനെ ആശങ്ക CPMനുണ്ടോ? ഈ കൈപ്പത്തിയിൽ പോകാൻ പറ്റാത്ത വോട്ടുകൾ BJPയിലേക്ക് താമരയിലേക്ക്? ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് തളിപ്പറമ്പ് മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായ ആൾക്കാരാണ്. കോൺഗ്രസ് വോട്ട് എങ്ങോട്ട് പോകും? കോൺഗ്രസിനും അവിടെ വിമതനുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ പല വോട്ടുകളും CPMലേക്ക് വരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അല്ലാതെ BJPയിലേക്കൊന്നും കോൺഗ്രസിന്റെ വോട്ട് എന്തായാലും പോകാൻ പോകും. ഈ ഒരു CPMന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നേതാവാണ് ജില്ലയിൽ TK ഗോവിന്ദൻ ആയിരുന്നു. ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അസംതൃപ്തരുടെ ഒരു വലിയ നിര പുറത്തേക്ക് വരുന്നില്ലെങ്കിലും പാർട്ടിയിൽ ഉണ്ട് എന്നതിന്റെ തെളിവല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്പർ 1 ശത്രു വർഗവഞ്ചകനാണ്. വർഗശത്രുവാണ് നമ്പർ 1 ശത്രു. ആ വർഗശത്രുവിനെ നേരിടാൻ ഞങ്ങളുടെ പാർട്ടി സംവിധാനം മാത്രമല്ല, സാധാ അനുഭാവികൾ പോലും ശക്തമായി അതിനെ നേരിടാൻ മുന്നോട്ട് വരും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. മറ്റൊരു കാര്യം, UDFന്റെ റബലായി മത്സരിച്ച ഒരാൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ ജനിക്കുമ്പോഴേ കോൺഗ്രസ്സാണ്, ഞാൻ അന്നും കോൺഗ്രസ്സാണ്, ഞാൻ ഇന്നും കോൺഗ്രസ്സാണ്, ഞാൻ നാളെയും കോൺഗ്രസ്സാവും. എന്നാൽ UDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ പറയുന്നു, ഞാൻ മുമ്പും കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ നാളെയും കമ്മ്യൂണിസ്റ്റാവും. അപ്പോൾ ഈ സാധാരണക്കാരനായ കോൺഗ്രസ്സുകാരന്റെ മനസ്സിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വോട്ട് ചെയ്യണം, അതോ ഒരു കോൺഗ്രസ്സായി ജീവിക്കുന്ന, കോൺഗ്രസ്സായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യണം? ഇതൊരു സാധാരണക്കാരന്റെ മനസ്സിൽ, കോൺഗ്രസ്സുകാരനായ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDFന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന വലിയ അങ്കലം. അപ്പൊ ഈ BJP അവകാശപ്പെടുന്നത് പോലെ UDFന് വോട്ട് ചെയ്യാൻ പറ്റാത്തവർ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്തു പോവോ? BJPയുടെ ഒരു ശക്തിയല്ല. BJP ഞങ്ങളൊരു ശക്തിയായിട്ടേ കാണുന്നില്ല. അവർക്ക് അവരുടേതായ ചില പോക്കറ്റിനകത്ത് ചില വോട്ട്. BJP ശക്തിയല്ല, പക്ഷേ 2 പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ട്. 2 അസംതൃപ്തരുണ്ട്. അതായത് ഗോവിന്ദനെ പുറത്താക്കിയ അസംതൃപ്തി CPIയിലും കുറച്ചെങ്കിലും ഉണ്ടാകാം, അതുപോലെ കോൺഗ്രസിലും തിരിച്ചുണ്ടാകില്ല. അപ്പൊ അസംതൃപ്തർ ഒന്നിച്ചാൽ അവർ BJP തിരഞ്ഞെടുത്താൽ എന്ത് ചെയ്യും? ഒരു കാലത്തും CPMന്റെ ഒരു വോട്ടും BJPക്ക് പോകില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.